ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു നോൺ ഫോണറ്റിക് ലാംഗ്വേജ് ആണ്. എന്താണ് നോൺ ഫോണറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സ് അതേപടി നമുക്ക് വായിക്കാൻ സാധ്യമല്ല. എഴുതുന്നതല്ല നമ്മൾ വായിക്കുന്നത്. എ നോൺ ഫോണറ്റിക് ലാംഗ്വേജ് മീൻസ് എ ലാംഗ്വേജ് ഇൻ വിച്ച് saying is entirely different from what we are writing. നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും സ്പീക്കിംഗ് അല്ലെങ്കിൽ സേയിങ്, പറച്ചിൽ വ്യത്യസ്തമായിരിക്കും. സോ ഇംഗ്ലീഷിന് ഒരു ആൽഫബറ്റ് ഉണ്ട്, അതിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം എന്നിരുന്നാൽ കൂടി പല രാജ്യങ്ങളിൽ പല പ്രൊനൗൺസിയേഷനാണ് അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ? US പ്രൊനൗൺസിയേഷൻ, UK പ്രൊനൗൺസിയേഷൻ, ഓസ്ട്രേലിയൻ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻറ്റ് വ്യത്യസ്തമായ പ്രൊനൗൺസിയേഷൻ ഉണ്ട്. സോ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ശരിയായ ഉച്ചാരണം വരണമെന്നില്ല. അതിനു വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഒരക്ഷരത്തിന് പല സാഹചര്യത്തിൽ പല ഉച്ചാരണങ്ങളായിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഐ റീഡ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം വായിക്കുന്നു. ഐ ഹാവ് റെഡ് എ ബുക്ക്. ശ്രദ്ധിക്കണം, റീഡ് എന്നുള്ള അതേ വേർഡാണ്, പക്ഷേ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വായിച്ചു? ഐ ഹാവ് റെഡ് എ ബുക്ക്. ഇനി അടുത്തത്, ഐ ഹാവ് എ റെഡ് ഫെറാരി. ഓക്കെ, അപ്പോൾ RED റെഡും READ റെഡും സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണ്, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. സോ ഇനി അടുത്തൊരു ഉദാഹരണം കൂടെ ക്ലിയർ ആക്കാം. ദിസ് ട്രക്ക് ഈസ് മാനുഫാക്ചർഡ് ബൈ ഷെവർലെ. ആക്ച്വലി എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നമുക്ക് ലെറ്റേഴ്സ് പ്രകാരം നമുക്ക് എങ്ങനെ വായിക്കാം? ദിസ് ട്രക്ക് ഈസ് മാനുഫാക്ചർഡ് ബൈ ഷെവർലെറ്റ്. സോ ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പ്രശ്നം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിനോരോ നമ്മൾ എന്താ വവൽസ് എന്നും കോൺസണൻസ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 26 ലെറ്റേഴ്സിന് ഏകദേശം 44 ഡിസ്റ്റിങ്ക്റ്റ് സൗണ്ട്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ട് മാത്രം നമുക്ക് പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവണം എന്നില്ല. സോ എന്താണ് പരിഹാരം? അപ്പം അതിനുള്ള പരിഹാരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ലെറ്റേഴ്സിനേക്കാൾ ഉപരി സൗണ്ട്സിനാണ് സ്പീക്കിങ്ങിൽ പ്രാധാന്യം. അപ്പം ആ സൗണ്ട്സിനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആൽഫബറ്റാണ് ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. അപ്പോൾ ആ പേരിനകത്ത് കണ്ടുണ്ട് ഇന്റർനാഷണൽ. അതെ, ഇന്റർനാഷണലില് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോണറ്റിക് വിച്ച് ഈസ് റിലേറ്റഡ് ടു സ്പീക്കിംഗ് ഓർ പ്രൊനൗൺസിയേഷൻ, അതായത് നമ്മളുടെ ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ട ആൽഫബറ്റ്, അതിനെയാണ് നമ്മളത് പറയുന്നത് ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഈ ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആൽഫബറ്റ് ഓഫ് സൗണ്ട്സ് റാദർ ദാൻ ലെറ്റേഴ്സ്. ലെറ്റേഴ്സിനേക്കാൾ ഉപരി സൗണ്ട്സിന്റെ ഒരു ആൽഫബറ്റ് ആണ്. ഓക്കെ, സോ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? എല്ലാ ഡിക്ഷണറി എടുത്ത് നോക്കിയാലും നമുക്ക് അതിൻ്റെ ഒരു വേർഡ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിങ്ങിനോടുകൂടി IPA സ്റ്റാൻഡേർഡിലുള്ള പ്രൊനൗൺസിയേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ IPA സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. സോ ഏതൊരാൾക്കും IPA മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കണം, ഓരോ വേർഡിൻ്റെ IPA പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ലിങ്ക്, അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓൺലൈൻ ഡിക്ഷണറി ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേർഡിൻ്റെ സ്പെല്ലിങ്ങും അതിൻ്റെ UK വേഴ്സസ് USA പ്രൊനൗൺസിയേഷനും അതിൻ്റെ IPA സ്റ്റാൻഡേർഡ് ഫോമാറ്റും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വേർഡ് ആണെങ്കിൽ പോലും അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് IPA പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം. നിങ്ങളുടെ ഉച്ചാരണവും, അതായത് ശരിയായ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ കൈക്കലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, എന്താണ് ഈ IPA എന്ന് പറയുന്ന ആൽഫബറ്റ് അല്ലെങ്കിൽ ആ കോഡിനകത്ത് ഉള്ളത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു
it is an alphabet of sounds. അപ്പോൾ ഓരോ സൗണ്ടിനും എന്താണ് സിംബൽസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. IPA എന്ന് പറയുന്നത് ഓരോ സൗണ്ടിനെയും സിംബൽസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. നമുക്ക് രണ്ട് തരത്തിലുള്ള സൗണ്ട്സ് ഉണ്ട്. വവൽ സൗണ്ട്സും കോൺസണന്റ് സൗണ്ട്സും, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഓക്കെ, അത് നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ സിംബൽസ് ഓഫ് സൗണ്ട്സ്, വവൽസ് ഓർ കൺസണൻസ്. നെക്സ്റ്റ്, ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സ് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വവൽ സ്വരങ്ങൾ ഒരുമിച്ച് ഒരു സ്വരമായിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ട് വവൽ സൗണ്ട്സ് ഒരു വവൽ സൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്നു. അതെന്താണെന്ന് നമ്മൾ പഠിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു സിലബിൾ എന്താണ്. അപ്പോൾ ഒരു വേർഡ് എടുത്താൽ അതിനകത്ത് എത്ര സിലബിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് IPA എന്ന് പറയുന്നത്. സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിൽ കൂടി ഇപ്പോൾ പറയുകയാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ വേർഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ വവൽ സൗണ്ട്. ഒരു സ്വരാക്ഷരം ഉൾപ്പെടുന്ന ഒരു ഗണം, ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേർഡ്സിനകത്ത് ഏതെല്ലാം സിലബിൾ ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് IPA എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട്, ഈ സിലബിളിന് എല്ലാ സിലബിളിനും ഒരേ ഉച്ചാരണമായിരിക്കുകയല്ല, അല്ലെങ്കിൽ ഒരേ ഇമ്പോർട്ടൻസ് ആയിരിക്കുകയല്ല. ഇപ്പം ചിലതിനകത്ത് ഒരു പ്രത്യേക സിലബിളിന് ഇത്തിരി ശക്തി കൂട്ടിയായിരിക്കണം പറയേണ്ടത്. മനസ്സിലായോ? സോ ഓരോ സിലബിളിൻ്റെയും സ്ട്രെസ് പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ IPAയിൽ നിന്ന് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എവിടെ നിന്നാണ് സൗണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ IPA സഹായിക്കുന്നു. എങ്ങനെയാണ് ഒരു സൗണ്ടിനെ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് അഥവാ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിൻ്റെ വോയിസിങ്, അതിൻ്റെ ശബ്ദ രീതി, അതിനെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതായത് ഒരു വേർഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൗത്ത് ആൻഡ് നമ്മുടെ ടങ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഓരോ പ്രത്യേക സൗണ്ട്സും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ അതിൻ്റെ ഒറിജിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ക്രമീകരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ IPA സഹായിക്കുന്നു. അത് നമ്മൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഇപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വേർഡ് എടുത്തു, ഫാർമസ്യൂട്ടിക്കൽ. ഓക്കെ, ഫാർമ, PHARMACEUTICAL, ഫാർമസ്യൂട്ടിക്കൽ. അപ്പം എങ്ങനെ വേണമെങ്കിലും ഇതിനെ പ്രൊനൗൺസിയേഷൻ ചെയ്യാം നമുക്ക്, കാരണം പല നാട്ടിൽ പല ലെറ്റേഴ്സാണ്. പക്ഷേ ഇതിനൊരു ജനറൽ ഐഡിയ കൊടുക്കാൻ IPA ഇസ് എ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ അതിൻ്റെ IPAയിലെ രണ്ട് റെപ്രസെൻറ്റേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് UK റെപ്രസെൻറ്റേഷൻ ആൻഡ് USA റെപ്രസെൻറ്റേഷൻ. അപ്പം നോക്കുക, ഇതിനകത്തിൽ എന്താണുള്ളത്? ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ. ഓക്കെ, സോ അത് രണ്ടും സെയിം ആണ്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലേത് സിലബിളിനാണ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഫാർമസ്യൂട്ടിക്കൽ. മനസ്സിലായോ? ഇനി എന്താണ് ഇതിനകത്തുള്ളത്? അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഓരോ സിലബിൾ, ഓരോ ലെറ്റേഴ്സിനെയും അല്ലെങ്കിൽ അതിൽ പുറപ്പെടുവിക്കുന്ന സൗണ്ടിനെ എല്ലാം ഓരോ സിംബൽസ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെ ഒരു രണ്ട് സ്ലാഷ് ബോക്സിനുള്ളിലാക്കുന്നു. അതിൻ്റെ ഓരോ സിലബിൾസിനെയും ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി മാത്രമല്ല, നമ്മൾ മേളിൽ ഒരു കോളൻ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്ട്രെസ്സിനെ കാണിക്കുന്നു. ഏത് സിലബിളിനാണോ സ്ട്രെസ് കൊടുക്കേണ്ടത് അതിനെ സൂചിപ്പിക്കാനാണത്. ഇതാണ് ഒരു IPA റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് ഏതൊക്കെ സിംബൽസ് ആണുള്ളത്, പിന്നെ അതിൻ്റെ ഉച്ചാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സൗണ്ട്സ് ആണ് ഏതൊക്കെ സിംബൽസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് IPA ഫോണമിക് ചാർട്ട് അല്ലെങ്കിൽ IPA ഫോണറ്റിക് ചാർട്ട് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സിംബൽസ് ആണ്.
അത് സൗണ്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യത്തെ റോ വൗവൽ സൗണ്ട്സ് അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങൾ. രണ്ടാമത്തെ റോ ഡിഫ്തോങ്സ്. ഓക്കെ, അതായത് 2 വൗവൽ സൗണ്ട്സ് ചേർന്ന് ഒരു വൗവൽ സൗണ്ടായിട്ട് ഒരു സിലബിളായിട്ട് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ കോളം അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത് എന്താണ്? കോൺസണന്റ് സൗണ്ട്സ്, അതായത് വ്യഞ്ജന സ്വരങ്ങളാണ്. ഓക്കെ, അടുത്തതായിട്ട് IPAയുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. IPA ആൽഫബറ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് വൗവൽസ് എന്നും അഥവാ സ്വരാക്ഷരങ്ങളെന്നും, കോൺസണൻസ് അഥവാ വ്യഞ്ജനാക്ഷരങ്ങളെന്നും, ഡിഫ്തോങ്സ് അതായത് നമ്മൾ പറഞ്ഞല്ലോ ഡിഫ്തോങ്സ് എന്നും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വൗവൽസിനെ തന്നെ ഷോർട്ട് വൗവൽസ് എന്നും ലോങ് വൗവൽസ് എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോൺസണൻസിനെ 3ആയിട്ട് വോയിസ് കൺസണൻസ്, വോയിസ്ലെസ് കൺസണൻസ് ആൻഡ് നോർമൽ കൺസണൻസ്. കൺസണൻസിനെ തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അടുത്തതായിട്ടുള്ളതാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അതിനകത്തിൽ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. സൗണ്ട് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എയറിൻ്റെ ഫ്ലോ മൂലം പലയിടത്തുണ്ടാകുന്ന പ്രഷർ കൊണ്ടുണ്ടാകാം, ടങ്ങിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകാം, വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ കൊണ്ടുണ്ടാകാം, നമ്മുടെ മൗത്തിൻ്റെ പൊസിഷൻ കൊണ്ട് ഉണ്ടാകാം. സോ മൗത്ത്, ടങ്, വോക്കൽ കോഡ്, പിന്നെ എയർ ഫ്ലോ. അപ്പം ഇത്രയും കമ്പോണൻസ് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ആക്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും മൂവ്മെൻറ്റ്, ഇപ്പം മൗത്തിൻ്റെ മൂവ്മെൻറ്റ് ക്ലോസ്ഡ് റേഞ്ചിൽ നിന്ന് വൈഡ് ഓപ്പൺ ആക്കാം. ടങ്ങിൻ്റെ മൂവ്മെൻറ്റ് ഫ്രം ബാക്ക് ടു ഫ്രണ്ട്. ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണാക്കിൻ്റെ അവിടെ തൊട്ട് ഫ്രണ്ട് ടീത്തിൻ്റെ അവിടെ വരെ ടങ് മൂവ് ചെയ്യും. ടങ്ങിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഓരോ സ്വരത്തിനും വേരിയേഷൻ ഉണ്ടാകും. ഇനി അതേപോലെ തന്നെ സൗണ്ട് പാസ് ചെയ്യുന്ന, അതായത് വോക്കൽ കോഡിൽ നിന്നാണോ അതല്ല ചുമ്മാ എയർ ഫ്ലോ വരുന്നതാണോ, ചിലപ്പം ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ മൂലമാണ്, ചിലത് വെറുതെ എയർ ഫ്ലോ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് വൗവൽ സൗണ്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ വൗവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൗത്ത് ക്ലോസ്ഡ് സ്റ്റേജ് ആയിരിക്കുമ്പോൾ തന്നെ ടങ് ടീത്തിൻ്റെ അവിടെ നിന്ന് അണ്ണാക്ക് വരെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് നടത്തുമ്പോൾ സൗണ്ടിന് വേരിയേഷൻ ഉണ്ടാകാം. ഇനി മൗത്ത് മിഡ് ഓപ്പൺ ആക്കാം, അതായത് പകുതി ഓപ്പൺ ആക്കി ടങ്ങിൻ്റെ മൂവ്മെൻറ്റ് ഫ്രണ്ട് ടു ബാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വേറൊരു പാറ്റേൺ ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി നമ്മുടെ മൗത്ത് ഓപ്പൺ ആക്കി ടങ് ഫ്രണ്ട് ടു ബാക്ക് മൂവ് ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലുള്ള പാറ്റേൺ ഓഫ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ ശ്രദ്ധിക്കണ്ടേ, നമ്മുടെ മൗത്ത് ഫ്ലാറ്റ് ആയിരിക്കുമ്പോഴും റൗണ്ട് ആയിരിക്കുമ്പോഴും, അതായത് നമ്മുടെ ടങ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മൗത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റിൽ നിന്ന് റൗണ്ട് ആയിട്ട് മാറും. സോ അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ടങ്ങിൻ്റെ മൂവ്മെൻറ്റും മൗത്തിൻ്റെ പൊസിഷനും വെച്ചിട്ടുള്ള ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ മൗത്ത് ക്ലോസ്ഡ് ആണ്, അതായത് ഫ്ലാറ്റ് ആയിട്ടിരിക്കുമ്പോൾ ടങ് എന്ന് പറയുന്ന ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വേരിയേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഇ as in bee, I as in ship, U as in put, U as in shoot. That means മൗത്ത് ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് പാറ്റേൺ എങ്ങനെയാണ്? ഇ ഇ ഉ ഉ, ബി ഷിപ്പ്, പുട്ട്, ഷൂട്ട്. ഇനി അടുത്ത ലെവലിലേക്ക് പോവുകയാണ്, അതായത് മിഡ് ഓപ്പൺ ആയിട്ടുള്ള ലെവലിലിരിക്കുമ്പോൾ ഏതൊക്കെ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും? ടങ്ങിൻ്റെ
ബാക്ക്വേർഡ്, ഫോർവേഡിൽ നിന്നും ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ എ ആസ് ഇൻ ബെഡ്. അടുത്തതായിട്ടുള്ള സൗണ്ടിന് നമ്മൾ പറയുന്ന ശ്വാസ് സൗണ്ട് എന്നാണ്. അതൊരു ലേസി സൗണ്ടാണ്. അതിന് പ്രത്യേകിച്ചൊരു സൗണ്ട് ഇല്ല. അത് അക്കമ്പനി ചെയ്യുന്ന ഒരു സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, വെറുതെ അതങ്ങനെ ഇരിക്കുന്നു. ഒരു ലേസി ആയിട്ടുള്ള ഒരു സ്വരമാണ്. അതിന് ഉദാഹരണം ടീച്ച, ടീച്ച. നമ്മൾ അവിടെ ആറ് ഉച്ചരിക്കത്തില്ല. ടീച്ച, ടീച്ച. ആ, അങ്ങനെ ഒരു സ്വരമാണ്. അത് പല സ്വരങ്ങൾ വരും, പക്ഷെ അതൊരു ലേസി സൗണ്ട്, വീക്കായിട്ടുള്ള ഒരു സൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനെ ശ്വ എന്ന് പറയുന്നു. ഇനി ടങ് മൂവ് ചെയ്യുമ്പോൾ എ ആസ് ഇൻ ഗേൾ, ഓ ആസ് ഇൻ ഫ്ലോർ. സോ മിഡ് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോഴത്തെ വോയിസ് പാറ്റേൺ എങ്ങനെയാണ്? എ ആസ് ഇൻ ബെഡ്, ടീച്ചർ. A as in girl, O as in floor. So A, O. Bed, teacher, girl, floor. ഓക്കെ, ഇനി നമ്മുടെ മൗത്ത് ഓപ്പൺ ആയിരിക്കുന്നു. ഫ്ലാറ്റിൽ നിന്ന് റൗണ്ട് ആവുമ്പോൾ എങ്ങനെയൊക്കെ വേരിയേഷൻസ് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ആ, ക്യാറ്റ്. ആ, pug. Start. O as in on. So as in cat, as in cup, as in start, O as in on. So sound variation എങ്ങനെയാണ്? ആ, ഓ. ഓക്കെ, സോ ഇത്രയും വവൽസ് ആണുള്ളത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വവൽസ് എന്നും ലോങ് വവൽസ് എന്നും. ഷോർട്ട് വവൽസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട്, അതിന് സ്ട്രെസ് ഇല്ല. ഒരു സെക്കൻഡിനകത്തിൽ നമ്മൾ പറഞ്ഞുതരാം, ഷോർട്ടായിട്ടുള്ള വവൽസ് ആണ്. ലോങ് വവൽസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മൊമെന്റ്സ് എടുക്കുന്നു. ഷോർട്ട് അതെങ്ങനെയാണ്? ഷീപ്പ്, ഷൂട്ട്, സ്റ്റാർട്ട്. ഓക്കെ, സോ അതാണ്. സോ അതിൻ്റെ ഡിഫറൻസ് നമ്മളിപ്പം എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ലോങ് ആൻഡ് ഷോർട്ട് വവൽസ് ആണ്, അതിൻ്റെ ടേബിളാണ് തന്നിരിക്കുന്നത്. ഓരോ സിമ്പിൾസിനും അതിനുള്ള മലയാളത്തിലുള്ള സ്വരങ്ങൾ. നമുക്കിത് മലയാളമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. സോ അങ്ങനെയാണ് ഞാനിപ്പം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഓരോ മലയാള അക്ഷരത്തിനും അനുസൃതമായ സിമ്പിൾ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ വളരെ ഈസിയാകും. സോ അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ നമുക്ക് ഷോർട്ട് വവൽസ് നോക്കാം. as in cup, cat, as in cat, e, zip, u, put, a, temp, o, on. ഇനി നമ്മൾ പറഞ്ഞ ശ്വാസമുണ്ട്, ബനാന, ബനാന. അവിടെ ബനാന എന്നല്ല പറയുന്നത്, ബനാന. മനസ്സിലായി? അവിടെ ഒരു വീക്കായി ബനാന, ബനാന അവിടെ വീക്കായിട്ട് അവിടെ യൂസ് ചെയ്യുന്നു. ഇനി ലോങ് വവൽസ്, സ്റ്റാർട്ട്, ഈ, ബീറ്റ്, ഊ, പൂൾ, എ, പേൾ, ഓ, സോംബി. സോ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഓരോ സിമ്പിൾസിൻ്റെ കൂടെയും രണ്ട് കോളൻ പോലെയുള്ള സിമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കണം, ഇപ്പോൾ നോർമൽ സൗണ്ടിൻ്റെ കൂടെ ഒരു കോളൻ ഇടുമ്പോൾ അതെന്താണ്, ഒരു ലോങ് വവലായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ലോങ് ആൻഡ് ഷോർട്ട് വവൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറഞ്ഞായിരുന്നു, അടുത്ത് ഡിഫ്തോങ്സ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു ഡിഫ്തോങ്? എ സൗണ്ട് ഫോംഡ് ബൈ
two vowels in a single syllable. ഓക്കെ, അപ്പോൾ ഒരു സിലബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഒരു വവൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് വവൽ ചേർന്ന് ഒരു വവൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇയ, ഈ സിമ്പിൾ ഇയ ആസ് ഇൻ ടിയർ, ഈയും ആയും കൂടെ ഇയ. അടുത്തത് എ as in late, a late. Wa wa lower lower. Oi boy oi boy. Ow bow ow bow. Air air mayor air mayor. I tie I tie. Oh home home. Oh home. സോ ഇതാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. സോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വവൽ സൗണ്ട് ആയിട്ടാണ്, ഒരു സിലബിൾ ആയിട്ടാണ്. സോ ഏതൊക്കെയാണ്? ഇയ, എ, ഉവ, ഓയ്, ഔ, എയ, ഐ, ഓ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സ്വരം എടുക്കുന്നില്ല, അത് ഒരു കമ്പൈൻ ചെയ്തങ്ങ് വരുന്നു. സോ അതിനെയാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ അപ്പോൾ നമ്മൾ വവൽസും അതിൻ്റെ വകഭേദമായ ഡിഫ്തോങ്സിനെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസണന്റ് സൗണ്ട്സിനെ കുറിച്ചാണ്, അതായത് വ്യഞ്ജന അക്ഷരങ്ങൾ അല്ലെ. മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖ, ഇഖ, ഗ, ഇഖ, ഗ. അങ്ങനെയുള്ള നമുക്കിത് കമ്പയർ ചെയ്ത് പഠിക്കാം. മലയാളികൾക്ക് നമുക്ക് ഏത് ലാംഗ്വേജും വഴങ്ങുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മലയാളം ഒരു ഫൊണറ്റിക് ലാംഗ്വേജ് ആണ്. സോ നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്കത് അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. സോ കൺസണൻസ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വോയിസ്ഡ് കൺസണൻസ് ആൻഡ് അൺവോയിസ്ഡ് കൺസണൻസ്. എന്താണ് വോയിസ്ഡ് കൺസണൻസും അൺവോയിസ്ഡ് കൺസണൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലേസ് ഓഫ് ഒറിജിൻ ഒന്ന് തന്നെയാണ്, അതായത് ടങ്ങിൻ്റെ മൂവ്മെൻറ്റ് അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ സെയിം പ്ലേസ് സെയിം ആയിരിക്കും. പക്ഷെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ വോയിസ്ഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. വോയിസ്ഡ് സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ദി വൈബ്രേഷൻ ഓഫ് ദി വോക്കൽ കോഡ്. ആൻഡ് അൺവോയിസ്ഡ് സൗണ്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ജസ്റ്റ് ബൈ ദി എയർ ഫ്ലോ, അതായത് ആ പൊസിഷനിലൂടെ എയർ ഫ്ലോ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന, അതായത് മറ്റ് വൈബ്രേഷൻസ് ഒന്നും ഉണ്ടാകില്ല. നമുക്കത് എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. വോയിസ്ഡ് സൗണ്ട് പറയുമ്പോൾ നമുക്ക് വോക്കൽ കോഡിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യും. അൺവോയിസ്ഡ് സൗണ്ട് പറയുമ്പോൾ അത് എയർ ഫ്ലോ മാത്രമായിരിക്കും. സോ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഖ ആസ് ഇൻ ക്യാറ്റ്. ഇനി അതിൻ്റെ അൺവോയിസ്ഡ് സൗണ്ട് ഗ ഗ ഗ. ഖ ഗ ഖ ഗ. മനസ്സിലായോ? ഖ എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ ഫീൽ ചെയ്യും, ഗ എന്ന് പറയുന്നത് ജസ്റ്റ് എയർ ഫ്ലോ ആണ്. പക്ഷേ ടങ് ടച്ച് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, സോ ഗ ആസ് ഇൻ ഗോൺ. അടുത്തതായിട്ടുള്ളത് ച ആൻഡ് ജ. ച ആസ് ഇൻ ചെയർ, ജ ആസ് ഇൻ ജൂൺ ജൂൺ ജൂൺ. നമുക്ക് മനസ്സിലാകും. ച എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ, വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ജൂൺ എന്ന് പറയുമ്പോൾ എയർ ഫ്ലോ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അടുത്തത് ട ആസ് ഇൻ ടോപ്പ്, അതിൻ്റെ അൺവോയിസ്ഡ് ഡേ ഡേ. അടുത്തത് ത ആസ് ഇൻ തേർഡ്
അതിൻ്റെ അൺവോയിസ്ഡ് there, the, there. അടുത്തത് pa as in pot. അതിൻ്റെ അൺവോയിസ്ഡ് bought, bought. അടുത്തത് fa floor. അതിൻ്റെ അൺവോയിസ്ഡ് vase, wa vase. അടുത്തത് sa sack. and unvoiced zoo, zoo. ഇനി sha sheep, sha sheep. and unvoiced sh vision, vision, vision. okay, so ഇതാണ് വോയിസ്ഡ് ആൻഡ് അൺവോയിസ്ഡ് കൺസണൻസ് എന്ന് പറയുന്നത്. ഇതിന് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിളുമായിട്ട് ഞാൻ അടുത്ത പാർട്ടിൽ വരുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നോർമൽ കൺസണൻസ് ആണ്. അതായത് ങ as in sing, n as in pen, ma as in mango, ya as in youth, ra as in road, la as in little, wa as in won, ha as in house. ഓക്കെ, സോ ഇതാണ് നോർമൽ കൺസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും വിട്ടേര്. നിങ്ങൾക്ക് IPA ആൽഫബറ്റ് മലയാളം ആൽഫബറ്റുമായി കമ്പയർ ചെയ്ത് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മലയാളം എന്ന് പറയുന്നത് ഒരു ഫോണറ്റിക് ലാംഗ്വേജ് ആണ്. വിച്ച് മീൻസ് മലയാളത്തിൽ എഴുതുന്നത് അതേപോലെ നമുക്ക് വായിക്കാൻ സാധിക്കും. ബിക്കോസ് അത് അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള ഒരു ആൽഫബറ്റ് ആണ് നമ്മുടെ മലയാളത്തിനുള്ളത്. സോ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്ന മലയാളം ഒറിജിനേറ്റ് ചെയ്തു വന്ന ലാംഗ്വേജസും അത്രയ്ക്ക് റിച്ച് ആണ്. സോ അതുകൊണ്ട് നമുക്ക് മറ്റ് ലാംഗ്വേജസ് പഠിക്കാൻ എളുപ്പമാകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ മലയാളമായിട്ട് കമ്പയർ ചെയ്ത് IPA പഠിക്കാൻ പോവുകയാണ്. സോ നമ്മുടെ മലയാളം സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആ, ഇ, ഉ, ഇറോ, എ, ഐ, ഓ, ഔ, ആ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ആയുടെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ആ റെപ്രസെൻറ്റേഷൻ, ഇ, ഓക്കെ, ഇ, ഉ, എ, ഐ, ഓ, ഔ, ആ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി കൺസണൻസ്, അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നമ്മൾ മലയാളത്തിൽ പറയും കച്ചട്ട തപ്പ എന്ന് പറയും അല്ലേ. അപ്പം ആ കായ്ക്കകത്തിൽ തന്നെ ഉണ്ട് വോയിസ്ഡ് ആൻഡ് അൺവോയിസ്ഡ് ആയിട്ടുള്ള. ഖ, ഇഖ എന്ന് പറയുന്നത് വോയിസ്ഡും ഗ, ഇഗ എന്ന് പറയുന്നത് അൺവോയിസ്ഡുമാണ്. ഓക്കെ, സോ ഖ, ഗ, ങ. ഓക്കെ, ഛ, ജ, ഠ, ഡ, ഥ, ദ, ന, ഭ, ഫ, ബ, മ, യ, ല, വ, ഷ, സ, ഹ, റ. ര എന്നൊരു അക്ഷരം നമ്മൾ ഇംഗ്ലീഷിൽ അധികം യൂസ് ചെയ്യാറില്ല. അതിനു പകരം റായാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റായ്ക്ക് അത് എഴുതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ച IPA ആൽഫബറ്റ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സോ അടുത്ത പാർട്ടിൽ ഇത് ഫുള്ള് എക്സാമ്പിൾ വേർഡ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രൊനൗൺസിയേഷൻ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഏതൊക്കെ കോമ്പിനേഷൻസ് ഓഫ് ലെറ്റേഴ്സിനാണ് ഓരോ സൗണ്ട്സും ഉള്ളതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അത് മറക്കാതെ കാണുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.